പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് അന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ എന്തുണ്ടായി, എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ആര്യൻ നമ്മുടെ ഗിസേലിൻ്റെ ബെഡിൽ കിടക്കാൻ നിർബന്ധിതനായി എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ കലാഭവൻ സരിക വന്ന് പുറത്ത് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞതിൽ നിന്ന് പ്രശസ്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവിടെ ഉണ്ടായ യഥാർത്ഥ സത്യം എന്താണ്, അവിടെ എന്താണ് സംഭവിച്ചത്, ആര്യൻ എങ്ങനെ നമ്മുടെ ഗിസേലിൻ്റെ ബെഡിൽ വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ആ മത്സരാർത്ഥി സരിക കൊടുത്ത ഒരു ഇൻ്റർവ്യൂ കാണേണ്ടതുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഒന്നെങ്കിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റിയതാണ്. അപ്പൊ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസലൊക്കെ ഞാൻ കിടക്കാം. അപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്താം, നമുക്കത് അയ്യോ പണിയാവുമല്ലോ നമുക്ക് പോലും തോന്നിയിട്ടില്ല. പോകുമ്പോ കാഴ്ചക്കാരുടെ ഞങ്ങളൊക്കെയാന്ന് പറയാം. ഈ ജിസൈൽ എന്ന് പറയുന്നത് എനിക്ക് ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബെഡ് കിട്ടി. ഞാനും ബാക്കിയായി, ജിസൈലും ബാക്കിയായി. ആര്യൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ഒന്നെങ്കിൽ ആര്യന്റെ അടുത്ത് കിടന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോലും എന്റെ എത്രയോ ഇളയതാണ്. അപ്പൊ എനിക്ക് പോലും അയ്യോ ഞാനോ ജിസലൊക്കെ ഞാൻ കിടക്കാം. അപ്പൊ തന്നെ എനിക്ക് അവരോട് ബഹുമാനത്തുണ്ട്. കാരണം അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് അവർക്കില്ല. ഞാൻ പോലും അയ്യോ അവിടെ കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കും. ഇവിടെ ഏതാ പെണ്ണുകൾ ഞാൻ ഓടി രേണുവിന്റെ അടുത്ത് പോയി കിടന്നു. അപ്പൊ അവിടെ ജിസയിലാണ് ആരെങ്കിലും ഓക്കെ ഞാൻ കിടക്കാം എന്ന് പറഞ്ഞാൽ അവർക്കൊരു എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും. നമുക്ക് പോലും കാണുമ്പോൾ ഒരു വൃത്തിയോട് തോന്നിയിട്ടില്ല. ഇപ്പൊ ചില കാര്യം നമ്മൾ തന്നെ അയ്യോ ആ കിടത്താം, നമുക്കത് അയ്യോ പണിയാവുമല്ലോ നമുക്ക് പോലും തോന്നിയിട്ടില്ല. അപ്പൊ കേട്ടില്ലേ, നമ്മളൊക്കെ ടി വിയിലെ കാണുന്നത്. സരിക അവിടെ നേരിട്ട് ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായതാണ്. അന്ന് അവിടെ വന്നപ്പോൾ സരികരെ അവിടെ ഒരു കട്ടിൽ വെക്കേറ്റ് ഉണ്ടായിരുന്നില്ല. സരികരെ കട്ടിലിൽ കിടക്കട്ടെ എന്ന് അവിടെയുള്ളവരൊക്കെ പറഞ്ഞോട് കൂടിയിട്ട് അപ്പോൾ ഗിസേലാണ് ചങ്കൂറ്റമായിട്ട് പറഞ്ഞത് അപ്പോൾ അവിടെ കിടന്നോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഗിസേൽ ലോകം കണ്ടതാണ്. അതുപോലെ തന്നെ ആര്യനും ലോകം കണ്ടതാണ്. ആര്യൻ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല ആര്യൻ്റെ അവരെ ലൈഫ് സ്റ്റോറി. അപ്പോൾ അത്രയും ലോകം കണ്ട ആൾക്കാർ, അവർ വളരെ വെസ്റ്റേൺ കൺട്രിയിൽ എങ്ങനെ ജീവിക്കുന്നത്, എങ്ങനെ അവിടെ കൊണ്ടുപോകണമെന്ന് ജീവിച്ച ആൾക്കാരാണ്. അവരവിടെ കിടന്നു. കാരണം എന്താ, അവർക്ക് അവരെ രണ്ടുപേരെ അറിയാം. ഇവൻ ചെറിയൊരു പയ്യൻ, അവൻ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ എല്ലാവരും മനസ്സ് മാറി. ആർക്കും അവിടെ കമ്പിയാവലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരെ കണ്ടു കഴിഞ്ഞാൽ മുലയമ്മ പിടിക്കുന്നോ തടയമ്മ പിടിക്കുന്നോ അല്ലെങ്കിൽ ഒന്ന് മുട്ടി വരുമോ എന്നുള്ള വിചാരമൊന്നുമില്ല. അതൊക്കെ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ അവിടെ ഒന്നുമില്ല അങ്ങനെ. അവിടെയൊക്കെ നമ്മൾ എങ്ങനെ നാളത്തെ ദിവസം നമ്മൾ കഴിച്ചു കൂട്ടും. വൈകുന്നേരം നേരെ ചെറിയ ഭക്ഷണം പോലും കഴിയുന്നില്ല, പിന്നെ എങ്ങനെ കമ്പിയാവാനാ? രണ്ട് കരിഞ്ഞ ദോശ തിന്നിട്ട് ആർക്കാണ് ഉമ്മ തോന്നുക, ആർക്കാണ് കെട്ടിപ്പിടിക്കാൻ തോന്നുക? ഒരു കമ്പിയുമില്ല, ചുക്കുമില്ല, ഒന്നുമില്ല അവിടെ. ഇതൊക്കെ പുറത്ത് ബീഫും ഇറച്ചിയും ചിക്കൻ ഫ്രൈയും മട്ടൻ ഫ്രൈയൊക്കെ തിന്ന് നടക്കുന്ന ആൾക്കാർക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം പോയി. ശരി തന്നെ എന്ന് പറയണ്ടല്ലോ, ചില നേരത്ത് വിശന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വിശപ്പ് മാറ്റണമെന്നാണ് പറയണത്. അപ്പോൾ അത്രയും ദരിദ്രമാണ്. ശാരിക വന്നിട്ട് അതന്നെയല്ലേ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ ഭക്ഷണമൊന്നും ഇല്ലാന്നേ. പിന്നെ എങ്ങനെ നീ കമ്പിയാവണ്, ഒന്ന് അങ്ങോട്ട് കിസ് ചെയ്യാൻ തോന്നണത്? ഒന്നുമില്ല. ഈ അനു പച്ച കള്ളം പറഞ്ഞാന്നുള്ളതിൻ്റെ യഥാർത്ഥ സത്യമാണ് ഇപ്പോൾ ഈ നമ്മുടെ കലാഭവൻ സരിക പറഞ്ഞത്. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. ഇതെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല, നമ്മൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത് ഹാളിൽ. അപ്പോൾ അതിൻ്റെ ഗിസേലിൻ്റെ അടുത്ത് കിടന്നോളാൻ പറഞ്ഞു. പിന്നെ മനുഷ്യരാണ് കിടക്കണ സമയത്ത് കാലും കൈയൊക്കെ ഒന്ന് എനക്കും, അങ്ങോട്ട് എനിക്കും, ഇങ്ങോട്ട് തിരിയും, അങ്ങോട്ട് തിരിയും. ഒരേപോലെ കിടന്ന് നേരം വെളുക്കുന്നവർ ഉറക്കത്തിന് നേരം വെളുക്കില്ലല്ലോ. അതേപോലെ തന്നെ 12 മണി 1 മണി 2 മണിയൊക്കെ ആയിട്ട് ഇവിടുന്ന് കിടക്കണത്. ആ കിടക്കുന്ന ആൾ ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കും. ചിലപ്പോൾ അവർ നാളത്തെ ടാസ്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, അങ്ങനെയൊക്കെ കിടക്കുക. ഇതൊക്കെ മുലമ പിടിക്കാനാണ്, ഉമ്മ പിടിക്കാനാണ്, അതൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 90 ക്യാമറ കാണാത്ത കണ്ണാണ് നമ്മുടെ അനുവിൻ്റെ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലാലേട്ടൻ വന്നിട്ട് ഇത്രയും വലിയ ആരോപണം പറഞ്ഞ ആളെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന സരിക പോലും ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. ആരും നല്ല സ്വഭാവമാണ്, ഗിസേലിന് നല്ല സ്വഭാവമാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ലാലേട്ടൻ വന്ന് ഇതുപോലെ അപവാദം പറഞ്ഞ ആൾക്കാരെ ബിഗ് ബോസിൽ ഇനി നിർത്തരുത്. നാളെ ബിഗ് ബോസിൻ്റെ പേരിലും ചിലപ്പോൾ അപവാദം പറഞ്ഞു വരും. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഇതിനെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് അയക്കാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.